തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ആർ ശ്രീലേഖയുടെ വോട്ട് അസാധുവായി. ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാത്തതാണ് കാരണം. നഗരാസൂത്രണ സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലാണ് വോട്ട് അസാധുവായത്. ഹരിമോഹൻ ചേരുന്നു. ഹരി, എന്താണ് വിശദാംശങ്ങൾ? ഹരി, ഇന്ന് രാവിലെ മുതൽക്ക്, അതായത് 10:30 മുതൽക്കാണ് ഈ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആരംഭിച്ചത്. അതിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം പരിശോധിച്ചപ്പോഴാണ് ആർ ശ്രീലേഖയുടെ വോട്ട് അസാധുവായി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അറിഞ്ഞത്. അതായത് നഗരാസൂത്രണ സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലാണ് ആർ ശ്രീലേഖയുടെ വോട്ട് അസാധുവായിട്ടുള്ളത്. നിലവിൽ മറ്റാരുടേതും അസാധുവായതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നഗരാസൂത്രണ സമിതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വോട്ട് കൂടിയായിരുന്നു ശ്രീലേഖയുടേതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 12 അംഗ സമിതിയിൽ ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ അധ്യക്ഷ പദവിയിൽ BJP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJP നിശ്ചയിക്കുന്ന ആളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട വോട്ട് കൂടിയായിരുന്നു അത് അസാധുവായതോടുകൂടി ഇനിയിപ്പോൾ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ BJP പിന്നാക്കം പോകുമോ എന്നുള്ളൊരു ആശങ്ക BJPയെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല 8 സ്ഥിരം സമിതിയുണ്ട്. ആ 8 സ്ഥിരം സമിതിയിൽ 3 മാത്രമേ ക്വാറം തികഞ്ഞുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പോലും ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് 9-ാം തീയതി, അതായത് മറ്റന്നാൾ മാത്രമേ ഇനിയിപ്പോൾ ബാക്കി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ശ്രീലേഖയുടെ വോട്ട് അസാധുവായത് ഈ ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് പ്രാഥമികമായി കോർപ്പറേഷൻ അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിവരം. പക്ഷേ നിലവിൽ ഇതിനോട് BJP നേതൃത്വമോ അല്ലെങ്കിൽ ശ്രീലേഖയോ പ്രതികരിച്ചിട്ടില്ല. നിലവിൽ ഇന്നലെയൊക്കെ തന്നെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് എല്ലാ അംഗങ്ങളെയും, അതായത് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ അംഗങ്ങളെയും എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു കൂടിയുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നടന്നിട്ടുള്ള നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ മുതിർന്ന, അതായത് ശാസ്തമംഗലം കൗൺസിലർ കൂടിയായ മുൻ DGPയുടെ വോട്ട് ഇത്തരത്തിൽ അസാധുവായിട്ടുള്ളത്. വിനീത, ശരി. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.